ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് LPUP സയൻസ് സീരീസ് 2027 4ാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? ബോയിൽ നിയമത്തെക്കുറിച്ച് പഠിച്ചു. അതിനു മുന്നേ എന്താണ് വാതകങ്ങളുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം അല്ലേ, കൈനറ്റിക് മോളിക്കുലർ തിയറിയെ കുറിച്ചൊക്കെ പഠിച്ചു. നിങ്ങൾ ക്ലാസ് പ്രയോജനപ്പെട്ടാൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും റെഡി അല്ലേ? സെറ്റ് അല്ലേ? അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ നിയമമായ ഏത് നിയമമാണ് മക്കളെ? പഠിച്ചോ, അതാണ് ചാൾസ് നിയമം. എന്താണ് ചാൾസ് നിയമം? എന്താ ബോയിൽ നിയമം പറയുന്നത്? പറ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് മർദ്ദത്തിന് എന്തായിരിക്കും? വിപരീതാനുപാതമായിരിക്കും. എന്ന് വെച്ചാൽ മർദ്ദം കൂടിയാൽ വ്യാപ്തം കുറയും. എന്ത് സ്ഥിരം? ഞാൻ പറഞ്ഞാണ് താപനില മാത്രമല്ല, തന്മാത്രയുടെ എണ്ണവും മാസും എന്താണ് സ്ഥിരമെന്ന കാര്യം ഞാൻ പറഞ്ഞു. അവിടെ താപനിലയാണ് സ്ഥിരമെങ്കിൽ ഈ ചാൾസ് നിയമത്തിനകത്ത് സ്ഥിരം ചോദിച്ചാൽ അതെന്താണ് മക്കളെ? മർദ്ദമാണ്. പഠിച്ചോ, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതമായിരിക്കും. എന്ന് വെച്ചാൽ താപനില കൂടുമ്പോൾ എന്താണ്? വ്യാപ്തം കൂടും എന്നാണ് നമ്മുടെ ചാൾസ് പറഞ്ഞത്. ഈ നിയമമാണെന്ത്? ചാൾസ് നിയമം എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണോ? അപ്പൊ എന്താ ചാൾസ് നിയമം? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതമായിരിക്കും. താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടും എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന നിയമമാണെന്ത്? ചാൾസ് നിയമം. ക്ലിയർ? എന്ന് വെച്ചാൽ മക്കളെ, വ്യാപ്തം എന്ന് പറയുന്നത് താപനിലയ്ക്ക് എന്തായിരിക്കും? നേരനുപാതം എന്ന് വെച്ചാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും അല്ലെ. നമ്മൾ എപ്പോഴും പറയുന്ന കൂട്ട് തന്നെ, ഈ ചിഹ്നം കണ്ടോ, ഈ ചിഹ്നം മാറ്റാൻ വേണ്ടി ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. ആ സ്ഥിരസംഖ്യയാണെന്ത്? കെ. അപ്പൊ എന്താ? V = K × T. ഓക്കെ അല്ലേ? ഈ ടി ഇങ്ങോട്ട് വരുന്നു. അപ്പൊ എന്താ? V/T സമം എന്താണ്? K. എപ്പോഴും V/T എന്ന് പറയുന്ന എന്തായിരിക്കും മക്കളെ? ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും എന്നാണ് നമ്മുടെ ചാൾസ് നിയമം പറയുന്നത്. ഈ പ്രപ്പോർഷണാലിറ്റി, ഈ ചിഹ്നം കണ്ടോടെ, ഈ ചിഹ്നം നമുക്ക് മാറ്റണം. ഈ ചിഹ്നം മാറ്റാൻ വേണ്ടി ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. ആ സ്ഥിരസംഖ്യയാണ് K. ക്ലിയർ? ഓക്കെ, K. അപ്പൊ നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണം, ഈ ഇക്വേഷൻ പഠിച്ചോണം. V1/T1 = V2 എന്താണ്? T2. പഠിച്ചു എന്താണ്? V1/T1 = V2/T2. ഇതാണ് എന്ത് മക്കളെ? നമ്മുടെ ചാൾസ് നിയമം എന്ന് പറയുന്നത്. ക്ലിയർ? കാര്യം മനസ്സിലായല്ലോ? നോക്കിയേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്ന കാര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ ചാൾസ് നിയമം? ഒന്ന് പറഞ്ഞേ മക്കളെ, പറഞ്ഞേ. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കൂട്ട് തന്നെ മാസ് സ്ഥിരമാണ് അല്ലെ. ഒരു നിശ്ചിത മാസ് സ്ഥിരമാണ്. മാസ് സ്ഥിരമാണെങ്കിൽ പഠിച്ചോ, തന്മാത്രയുടെ എണ്ണവും എന്തായിരിക്കും? സ്ഥിരമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സ്ഥിരം എന്തൊക്കെയാ? മർദ്ദം സ്ഥിരമാണ്, മാസ് സ്ഥിരമാണ്, തന്മാത്രയുടെ എണ്ണം എന്നും സ്ഥിരമാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ എന്താ ഒന്ന് പറഞ്ഞേ മക്കളെ. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതമായിരിക്കുമെന്നാണ് ഏത് നിയമം നമുക്ക് പറഞ്ഞു തരുന്നത്? ചാൾസ് നിയമം നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞാണ് V ∝ എന്താണ്? T. കണ്ടോടെ, സ്ഥിരം എന്തൊക്കെയാ? മാസും മർദ്ദവും. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസും എന്താ? തന്മാത്രയുടെ എണ്ണവും എന്താണ്? സ്ഥിരമാണ്. ഓക്കെ, ഈ ചിഹ്നം മാറ്റാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കാം. ആ കോൺസ്റ്റന്റ് ആണ് K. ഓക്കെ, അപ്പൊ എന്താ? V = K × T എന്ന് വരും. ഓക്കെ, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? V/T = K എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, അല്ല V1/T, ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചണം. V1/T1 = V2/T2.
ഇതാണ് എന്ത് നമ്മുടെ ചാൾസ് അണ്ണൻ പറഞ്ഞ കാര്യം. ഓക്കെ ഇനി അതിന് ഉദാഹരണങ്ങൾ. ഒന്നാമത്തെയാണ് മക്കളെ, നമുക്കറിയാം വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ വായു നിറയ്ക്കുന്നു അല്ലേ. കാരണം എന്താ, നമുക്കറിയാം ടയറിൽ കുറഞ്ഞ മർദ്ദത്തിലാണ് നമ്മൾ ഈ പറയുന്നത് എന്താണ് വായു നിറയ്ക്കുന്നത്. കാരണം എന്താ മക്കളെ, കാരണം നമ്മൾ എന്താണ് താപനില കൂടുമ്പോൾ കാരണം ടയറിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണോ അതിൻ്റെ വ്യാപ്തം കൂടും, ടയർ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വേനൽക്കാലത്ത് വാഹനങ്ങളിൽ എന്താണ് കുറഞ്ഞ മർദ്ദത്തിൽ വായു നിറയ്ക്കാൻ കാരണം താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു, ഈ പറയുന്ന എന്താണ് ടയർ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കറിയാം ദ്രാവകാവസ്ഥയിൽ നിന്നും വേഗത്തിൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന ഒരു രാസവസ്തുവാണ് ദ്രാവക അമോണിയ. നമുക്കറിയാം ലിക്വിഡ് അമോണിയയുടെ ഫോർമുല എന്താ, NH3 ആണ് അമോണിയ ഇല്ലേ. ദ്രാവക അമോണിയ എന്താ അമോണിയ ഒരു വാതകമാണ്. അമോണിയെ ഹൈ പ്രഷർ കൊടുത്ത് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, ദ്രാവകമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ദ്രാവകമാക്കി മാറ്റിയ അമോണിയ പെട്ടെന്ന് എന്താണ് വാതകാവസ്ഥയിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കും. കാരണം വാതകത്തെയാണ് ഹൈ പ്രഷറിൽ ഈ അമോണിയ എന്താണ് പ്രഷർ കൊടുത്താണ് എന്താക്കി മാറ്റിയത്, ദ്രാവകമാക്കി മാറ്റിയത്. അപ്പൊ അവൻ എവിടെ നിന്ന് എങ്ങോട്ടാ വന്നത്, വാതകാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കാണ് വന്നത് അല്ലേ. അതുകൊണ്ട് അവൻ എന്താണ് പെട്ടെന്ന് അമോണിയ എന്താണ് വാതകാവസ്ഥയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അങ്ങനെ നമുക്കറിയാം നമ്മളെ ഈ ചുറ്റുപാടൊക്കെ താപനിലയില്ലേ, പെട്ടെന്ന് താപനില കാരണം പെട്ടെന്ന് അമോണിയ എന്താണ് വാതകാവസ്ഥയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ദ്രാവക അമോണിയ തുറക്കുന്നതിന് മുൻപേ അല്പസമയത്ത് എന്താണ് തണുത്ത ജലത്തിൽ വെക്കുമ്പോൾ താപനില എന്ത് ചെയ്യും, കുറയും. മനസ്സിലായോ? അപ്പം ആ അമോണിയയുടെ വ്യാപ്തം എന്ത് ചെയ്യും, കുറയും. കാരണം അമോണിയ വ്യാപിക്കാനുള്ള കഴിവ് കുറയും. മനസ്സിലായി? അതാണ് ഈ പറഞ്ഞ പോയിന്റ്. പഠിച്ചോണം, ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നതാണ്. നോക്കി എന്താണ് ദ്രാവകാവസ്ഥയിൽ നിന്നും വേഗത്തിൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന ഒരു രാസവസ്തുവാണ് അമോണിയ അല്ലെ. ദ്രാവക അമോണിയ തുറക്കുന്നതിന് മുമ്പ് അല്പസമയം തണുത്ത ജലത്തിൽ വെച്ച ശേഷമാണ് ഇതിന്റെ കുപ്പി തുറക്കുന്നത്. അമോണിയയുടെ മണം എല്ലാവർക്കും അറിയാം, അത് പഞ്ചന്റ് സ്മെല്ലാണ്, രൂക്ഷഗന്ധമാണ്. ഇതൊക്കെയാണ് ചാൾസ് നിയമം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. പിന്നുണ്ട് മക്കളെ, നമുക്കറിയാം അപ്പം ഉണ്ടാക്കത്തില്ല. അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു ചട്ടിക്കകത്ത് വെച്ച് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നു. ആ ചട്ടി അടിവശത്ത് നമ്മൾ താപനില കൊടുക്കുന്നു. അപ്പോൾ താപനില കൊടുക്കുന്നതനുസരിച്ച് ആ അപ്പം കുമിള ഉണ്ടാകുന്നു. അറിയാമല്ലോ, കാരണം അപ്പത്തിൻ്റെ അത് നമ്മൾ സോഡാ പൊടി ഇടും, അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ അപ്പം ചൂടാക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളതുകൊണ്ട് അതിന് വ്യാപ്തം എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇതൊക്കെ എന്താണ് ചാൾസ് നിയമമാണ്. പിന്നുണ്ട് മക്കളെ, ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം ഈ വേനൽക്കാലത്ത് സോഡാ കുപ്പി വേനൽക്കാലത്ത് സോഡാ കുപ്പി എന്താണ് ഐസ് പാത്രത്തിലാണ് സൂക്ഷിക്കുന്നത്. നമുക്കറിയാം സോഡാ വാട്ടറിൻ്റെ അകത്ത വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. വാട്ടറിൻ്റെ അകത്ത വാതകം എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സെറ്റല്ലേ? അപ്പൊ നമുക്കറിയാം ഈ വേനൽക്കാലത്ത് പുറത്ത് വെച്ചാൽ ഭയങ്കര ചൂടാണ്. അപ്പൊ എന്താ, താപനില കൂടും. ആ കുപ്പിക്കകത്തെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വ്യാപ്തം കൂടും, കുപ്പി പൊട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടി അപകടത്തിന് ചാൻസ് ഉണ്ട്. അങ്ങനെ താപനില കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഐസ് പാത്രത്തിൽ വെക്കുന്നത്. മറ്റേ മനസ്സിലായ അപ്പം, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ, അപ്പം ഉണ്ടാക്കുമ്പോൾ ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. കാരണം ഉയർന്ന താപനില നമ്മൾ ആ ചട്ടിയുടെ അടിയിൽ താപനില കൊടുക്കുമ്പോൾ എന്താണ്, അപ്പം എന്ത് ചെയ്യുന്നു, വീർക്കുന്നു. കുറെ കുമിളയൊക്കെ എടുത്തില്ലേ, വീർക്കുന്നു. അത് ഏത് നിയമം എന്ന് ചോദിച്ചാൽ ചാൾസ് നിയമമാണെന്ന് നിങ്ങൾ ഒരേ പൊളിക്ക് സെറ്റായിട്ട് പഠിച്ചോണം. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കെൽവിൻ സ്കെയിലിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. കെൽവിൻ സ്കെയിൽ അപ്പം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു അത് ചാൾസ് നിയമത്തിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചിരിക്കാം. അതിനകത്ത് എങ്ങനെയാണ് ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലേക്ക് മാറ്റുന്നത്, കെൽവിൻ ഡിഗ്രിയിലേക്ക് മാറ്റുന്നതൊക്കെ ഞാൻ എന്താണ് രണ്ടാമത്തെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. ആ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാം. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് എങ്ങോട്ട് മാറ്റണം, കെൽവിനിലേക്ക് മാറ്റണം. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? നോക്കിയേ മക്കളെ, എന്താ പറഞ്ഞ കാര്യം വായിക്കാം. 18ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ
ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്കസ് അലക്സാണ്ട്രേ സീസർ ചാൾസ്. നല്ല പേരില്ല, അടിപൊളി പേരില്ലേ? എന്താണ് അയാളുടെ അദ്ദേഹത്തിന്റെ ഫുൾ നെയിമാണ് എന്താണ്? ജാക്കസ് അലക്സാണ്ട്രേ സീസർ ചാൾസ്. നമ്മൾ ഓമന പേരിട്ട് എന്ത് വിളിക്കാം? ചാൾസ് എന്ന് വിളിക്കാം. ഓമന പേരിട്ട് ചാൾസ്. ശശി എന്ന് പറയുന്ന കൂട്ട് ഓമന പേരിട്ട് നമുക്ക് ചാൾസ് എന്ന് വിളിക്കാം അല്ലേ? അയാളുടെ ഫുൾ നെയിം ഓർത്തോ. എന്താണ് അത്? ഇദ്ദേഹം ഏത് രാജ്യക്കാരനാന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. ഫ്രഞ്ചുകാരനാണ്. ഓക്കെ അല്ലേ? അപ്പം ഇദ്ദേഹമാണ് എന്താണ് താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം ആദ്യമായിട്ട് നിരീക്ഷിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആരാ? ചാൾസ് ആണ്. ഫുൾ നെയിം എന്താ മക്കളെ? ജാക്കസ് അലക്സാണ്ട്രേ സീസർ ചാൾസ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒന്ന് പഠിച്ചോണേ. ആണ് താപനിലയ്ക്കനുസരിച്ച് വാതകത്തിന്റെ വ്യാപ്തത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠനം നടത്തിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ചാൾസ് ആണ്. ഇദ്ദേഹമാണ് ചാൾസ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ അല്ലേ? നോക്കിയോ മക്കളെ? സ്ഥിരമർദ്ദത്തിൽ വാതകങ്ങളുടെ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം എന്താ? സ്ഥിരമർദ്ദത്തിൽ, മർദ്ദം സ്ഥിരമല്ലേ? അങ്ങനെ സ്ഥിരമർദ്ദത്തിൽ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം ചിത്രീകരിച്ച ഗ്രാഫ് പിന്നിലേട്ട് നീട്ടിയാൽ താപനില അടയാളപ്പെടുത്തിയ അക്ഷത്തിൽ എക്സ് അക്ഷം -273.15 ഡിഗ്രിയിൽ സന്ധിക്കുന്നു എന്ന് കാണാം. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക്. ഇതാണ് മക്കളെ, ഞാൻ പറഞ്ഞതാണ് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതെന്താണ്? എക്സ് ആക്സിസും ഇതെന്താണ്? വൈ ആക്സിസുമാണ്. എക്സ് ആക്സിസും ഇതെന്താണ് മക്കളെ? വൈ ആക്സിസുമാണ്. എന്നാൽ എക്സ് ആക്സിസ് ഇങ്ങോട്ട് നീട്ടി വരച്ചിട്ടുണ്ട്, കാണാമല്ലോ. ഇവിടെ കൊടുത്തേക്കുന്ന ഡിഗ്രി സെൽഷ്യസിലാണ്. ടെമ്പറേച്ചർ ഇതെന്താണ്? സ്ഥിരമർദ്ദത്തിൽ, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സ്ഥിരമർദ്ദത്തിലുള്ള ഗ്രാഫാണ് ഈ സാധനം. സ്ഥിരമർദ്ദത്തിലുള്ള ഗ്രാഫാണ്. ഓക്കെ അല്ലേ? മർദ്ദം സ്ഥിരമാണ്. ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള ഗ്രാഫാണ്. ടെമ്പറേച്ചർ വോളിയം മീൻസ് താപനില വ്യാപ്തവും തമ്മിലുള്ള ഗ്രാഫാണ്. മക്കളെ ഇത് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അപ്ഡേറ്റ് ആയി കിടക്കുന്നതാണ്, പഠിച്ചോണം. അങ്ങനെ നോക്കിയേ, ഇത് ഞാൻ പറഞ്ഞതാണ്. ഇതെന്താണ്? എക്സ് ആക്സിസ് അല്ലേ? ഇതെന്താണ് മക്കളെ? പറ. വൈ ആക്സിസ്. എക്സ് ആക്സിസ് കണ്ട നീട്ടി വരച്ചു. എന്നിട്ട് നോക്കിയേ, താപനില ഇങ്ങനെ നീട്ടി വരച്ചപ്പോൾ നോക്കി 273.15 ഈ ലൈൻ എന്ത് ചെയ്തു? സന്ധിച്ചു. കണ്ടോ? ജോയിൻ ചെയ്തു. അതാണ് ഈ പറഞ്ഞ പോയിന്റ്. കണ്ട? സ്ഥിരമർദ്ദത്തിൽ, ഒന്ന് പറഞ്ഞേ, നീ കണ്ട? സ്ഥിരമർദ്ദത്തിൽ വാതകങ്ങളുടെ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം ചിത്രീകരിച്ച ഗ്രാഫ് പിന്നിലേക്ക് നീട്ടിയാൽ താപനില അടയാളപ്പെടുത്തിയത് -273.15 സന്ധിക്കുന്നു. മക്കളെ ഇതിനെ പറയുന്ന പേരാണ് സീറോ കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ എന്ന് പറയും. ഞാൻ പറഞ്ഞതാണ് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് സീറോ കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ. എന്നാൽ ഈ ഗ്രാഫിൽ കൊടുത്തേക്കുന്ന ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇങ്ങോട്ട് പോസിറ്റീവും ഇങ്ങോട്ട് എന്താണ്? നെഗറ്റീവുമാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെയാണ് നോക്കിയ മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഈ ഗ്രാഫ് ഇങ്ങനെ വരച്ച് സീറോ കെൽവിൻ എന്ന് വെച്ചാൽ -273.15 ഡിഗ്രി വന്നപ്പോൾ വോളിയം എത്രയായി? വ്യാപ്തം എത്രയായി? 0 ആയി. നോട്ട് ദ പോയിന്റ്, 0 ആയി. -273.15 ഓക്കെ, 0 കെൽവിൻ ആയപ്പോൾ വ്യാപ്തം എന്തായി? 0 ആയി അല്ലേ? ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാ. 0 കെൽവിനിൽ വ്യാപ്തം എത്രയാണ്? 0 ആണ്. 0 കെൽവിന് വ്യാപ്തം എന്താണ്? 0 ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? പക്ഷെ ഒരിക്കലും വ്യാപ്തം എന്താണ്? 0 ആകാൻ ചാൻസ് കുറവാണ് മക്കളെ. അതുകൊണ്ടാണ് ഈ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് ഹൈപ്പോതെറ്റിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സാങ്കല്പിക താപനില. എന്നാൽ നമ്മൾ പ്രായോഗിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കെൽവിൻ അല്ല, ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പ്രായോഗിക ആവശ്യങ്ങൾക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സ്കെയിൽ. എന്താണ്? കെൽവിൻ സ്കെയിലാണ്. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലാണ്. മനസ്സിലായോ? അപ്പോൾ പഠിച്ചു വെച്ചോണം. ഇത് കൃത്യമായ ഡിഗ്രി സെൽഷ്യസ് എങ്ങനെയാണ് കെൽവിനിലേക്ക് മാറ്റുന്നത്, എങ്ങനെയാണ് കെൽവിൻ ഡിഗ്രിയിലേക്ക് മാറ്റുന്നത് എന്നൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എന്താ? -273 ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ. അതാണ് അബ്സല്യൂട്ട് സീറോ. അപ്പോൾ വോളിയം എത്രയായി മാറും? വോളിയം 0 ആയി മാറും. ഇനി നോക്കിയാൽ മക്കളെ, നമുക്കറിയാം ജലത്തിന്റെ ദ്രവനില. എന്താ ദ്രവനില?
എന്താ ദ്രവനില? മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഐസ് ഉരുകാൻ വേണ്ട താപനില, അതല്ലേ? ഉരുകുന്ന താപനില, ദ്രാവകമാകുന്ന താപനില, ഐസ് വെള്ളമാകുന്ന താപനില. ഐസ് നമുക്കറിയാം 0 ഡിഗ്രിയിൽ എന്തായി മാറും? 0 ഡിഗ്രിയിൽ എന്തായി മാറും? ഐസ് എന്തായി മാറും മക്കളെ? വെള്ളമായി മാറും. 0 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? 273 കെൽവിൻ അല്ലയോ? 0 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? 273 ഡിഗ്രി അല്ലയോ? നോക്കിയേ, 0 ഡിഗ്രി എന്ന് പറയുന്നത് 273.15. ഈ 0 ഡിഗ്രിയിൽ നോക്കിക്കേ ആ വാതകത്തിന്റെ വ്യാപ്തം എത്ര? നോക്കി, ഏകദേശം 115. 100ന് മുകളിലല്ലേ? നോക്കി, ഏകദേശം 115 ആണ്. പഠിച്ചോണം. 0 ഡിഗ്രി സെൽഷ്യസിൽ കെൽവിൻ സ്കെയിലിലെ പ്രകാരം അല്ലെങ്കിൽ ഈ ഗ്രാഫ് ടെമ്പറേച്ചർ വോളിയം ഗ്രാഫ് പ്രകാരം 0 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ 273 കെൽവിനിൽ വ്യാപ്തം എത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, ഇതാണ് 0 ഡിഗ്രി. നോക്കി, 100ന് മുകളിൽ വരും, ഏകദേശം 115. ഇനി നമുക്കറിയാം ജലത്തിന്റെ തിളനില. എന്താ തിളനില എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ തിളനില? ജലത്തിന്റെ തിളനില എന്താണ്? 100 ഡിഗ്രിയാ. 100 ഡിഗ്രി എന്ന് വെച്ചാൽ 373.15. തിളനിലയൊക്കെ നമുക്ക് അങ്ങോട്ട് ഡീപ്പായിട്ട് പറഞ്ഞുതരാം, നമുക്ക് അങ്ങോട്ട് പഠിക്കണം. അലോക സംയുക്തം എന്ന ചാപ്റ്റർ ഉണ്ട് LPUPക്ക് മാത്രമല്ല എല്ലാവർക്കും ആവശ്യമാണ്. ജലം പഠിക്കുമ്പോൾ എന്താണ് തിളനില, അതെല്ലാം ഡീപ്പായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ജലത്തിന്റെ തിളനില എല്ലാവർക്കും അറിയാം 100 ഡിഗ്രി സെൽഷ്യസാ എന്ന് വെച്ചാൽ 373 കെൽവിനാണ്. 373 കെൽവിനാണ്. അപ്പൊ നോക്കിയേ, ഇതാണ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇതാണെന്ത്? 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഈ 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 373 കെൽവിനിൽ വോളിയം എത്ര ആകും മക്കളെ? നോക്കി, വോളിയം എത്ര ആകും? നോക്കി, 150 ആകും. 150 ആകും. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചേ മക്കളെ, ശ്രദ്ധിച്ച്. 100 ഡിഗ്രി അല്ലെങ്കിൽ 100 ഡിഗ്രി അല്ലെങ്കിൽ 373.15 കെൽവിനിൽ വോളിയം എത്രാകുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ പൊളിക്ക് പറയാം 150 ലിറ്റർ ആകും. അപ്പൊ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചോ. കേവല 0 അബ്സല്യൂട്ട് 0യിൽ നമുക്കറിയാം വോളിയം 0 ആണ് അല്ലേ? 0 ആണ്, വോളിയം 0 ആണ്. എന്നാൽ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിനിൽ വോളിയം 115 ലിറ്റർ ആണ് അല്ലേ? 373 കെൽവിൻ 100 ഡിഗ്രി സെൽഷ്യസിൽ വോളിയം 150 ലിറ്റർ ആണ്. അതെങ്ങനെയാ വന്നത്? നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് പഠിച്ച കാര്യമാണ്. ക്ലിയർ? ഇനി പഠിച്ചോ മക്കളെ? കാര്യം മനസ്സിലായല്ലോ. ഒരു വാതകത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന താപനിലയാണെന്ത്? -273.15 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഒരു വാതകത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന താപനിലയാണ് -273.15 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ അല്ലേ? ഏറ്റവും താഴ്ന്ന താപനിലയാണ് ഇതാണ് അബ്സല്യൂട്ട് 0 കെൽവിൻ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കണ്ടെത്തിയതും അതിന് അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ കേവല 0 എന്ന് പേര് നൽകിയതും ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ ലോർഡ് കെൽവിൻ ആണ് അല്ലെ? ഒരു വാതകത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന താപനില, ഒരു വാതകത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന താപനില -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന 0 കെൽവിൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ലോർഡ് കെൽവിൻ ആണ് ഇത് പേര് നൽകിയത്. ഇത് ഇങ്ങനെ പറഞ്ഞ ലോർഡ് കെൽവിൻ ആണ്. ഓക്കെ, പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞ -273 ഡിഗ്രി സെൽഷ്യസ് എന്ന മൂല്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറയാം, താപനിലയുടെ SI യൂണിറ്റ് ആണ് എന്ത്? കെൽവിൻ എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ച്, ഡിഫറെന്റ് പ്രഷറിൽ വ്യത്യസ്ത മർദ്ദത്തിൽ ടെമ്പറേച്ചർ വോളിയം ഗ്രാഫ് ചിത്രീകരിച്ചിരിക്കുന്നതാണ്. ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുത്തേക്കുന്നത്. നോക്കി, ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം നോക്കി. P1 എന്ന മർദ്ദം ഉദാഹരണം 10 ATM ആണെന്ന് വിചാരിക്കാം. P1 എന്ന ഈ മർദ്ദം എന്താണ്? 10 ATM ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക.
10 ATM ആണ്. 10 ATM മർദ്ദം ഫിക്സ് ആക്കി വെച്ചു, ടെമ്പറേച്ചർ കൊടുത്തു, അത് കൂട്ടുകാരനെ എന്താണ് വോളിയം കൊടുത്തു. നോക്കി ഇങ്ങനെ കണ്ട ഇവിടെ നിന്ന് എന്ത് ചെയ്യും നോക്കി താഴത്തെ വരച്ചപ്പോൾ കണ്ട ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ വോളിയം കുറഞ്ഞ് കണ്ട ഏറ്റവും താഴ്ന്ന താപനിലയായ ഈ ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയുന്നു. അപ്പോൾ നമ്മൾ ഫിക്സ് ആക്കി വെച്ച മർദ്ദം എന്താണ്? അവിടെ ടെമ്പറേച്ചർ കുറഞ്ഞ് വോളിയം കുറഞ്ഞ് 0 കെൽവിനായി -273.15 ഡിഗ്രി ആയി. അപ്പൊ നോക്കിയേ വോളിയം എത്രയായി മാറി? 0 ആയി മാറി. ഇനി അടുത്തത് രണ്ടാമത്തെ ഒരു 8 ATM ആണെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ഗ്യാസിന് ഞാൻ 8 ATM കൊടുത്തു. 8 ATM കൊടുത്തു. കാരണം ATM ആ നിലയിൽ ഏറ്റവും മർദ്ദം ഫിക്സ് ആണ്. ഇങ്ങനെ മർദ്ദം കുറഞ്ഞ് കണ്ട എവിടെ തന്നെ സന്ധിച്ചു? -273.15 സന്ധിച്ചു. ഇനി അടുത്തത് ഒരു 5 ATM കൊടുത്തു. 5 ATM കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോഴും നോക്കിയ മക്കളെ മർദ്ദം കുറഞ്ഞ് -273.15 ഡിഗ്രി സെൽഷ്യസ് 0 കെൽവിൻ അവസാനിച്ചു അല്ലെങ്കിൽ സന്ധിച്ചു. അടുത്തത് 4 ATM കൊടുക്കും. 4 ATM ഡിഫറെന്റ് ടെമ്പറേച്ചർ 4 ATM കൊടുത്തപ്പോൾ വീണ്ടും എന്താണ് കണ്ടോ കുറഞ്ഞു ഇവിടെ വന്ന് സന്ധിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു വാതകമാണെങ്കിലും ഓക്കെ അല്ലേ, ഏറ്റവും അവസാനം സന്ധിക്കുന്ന എന്താണ്? -273.15 ആണ്. അതിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി ഗ്രാഫും കൂടെ ഞാൻ പറയാം. ശ്രദ്ധിച്ചോ, ഈ ഗ്രാഫാണ് താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടും. ഓക്കെ, ചാൾസ് നിയമത്തിന്റെ ഗ്രാഫ് അറിയപ്പെടുന്ന പേരാണ് അവന്റെ പേരാണ് ഐസോബാർ. എന്താണ്? ഐസോബാർ എന്നാണ് ഏത് ഗ്രാഫ് അറിയപ്പെടുന്നത്? ചാൾസ് നിയമത്തിന്റെ ഗ്രാഫ്. ഞാൻ പറയാം, ചാൾസ് നിയമത്തിന്റെ ഗ്രാഫ് ഐസോബാർ. ബാർ എന്ന് വെച്ചാൽ പ്രഷറിന്റെ യൂണിറ്റാ, ഐസോ എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ്, പ്രഷർ കോൺസ്റ്റന്റ്. അപ്പൊ ഐസോബാർ എന്ന് വെച്ചാൽ എന്താ? പ്രഷർ കോൺസ്റ്റന്റ്. ഐസോബാർ എന്ന് വെച്ചാൽ പ്രഷർ കോൺസ്റ്റന്റ്. ഈ ഗ്രാഫ് ഞാൻ ഒന്ന് വരയ്ക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ കൂട്ട് തന്നെ നോക്കി ശ്രദ്ധിച്ച് ഞാൻ ആ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു. ഇതാണ് VT ഗ്രാഫ്. എന്താണ്? V&T ഗ്രാഫ്. ഞാൻ ഇവിടെ T കൊടുത്തു, ഇവിടെ V കൊടുത്തു. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു. സിമ്പിൾ. ഈ ഗ്രാഫ് ആണെന്ത്? ഐസോബാർ. അപ്പോൾ അടുത്ത നമുക്ക് പറയാൻ പോകുന്നത് എന്താണ്? ഒന്നാമത്തെ ഗ്രാഫ് നമ്മൾ പഠിച്ചു എന്താണ്? V&T ഗ്രാഫ്. രണ്ടാമത്തെ ഗ്രാഫാണ് T&V/T ഗ്രാഫ്. ഞാൻ നേരത്തെ പറഞ്ഞു V/T ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു V/T എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യയായിരിക്കും. എന്നിട്ട് V/T ഗ്രാഫ് എന്താണ്? ഒരു ഈ പറയുന്ന X ആക്സിന് പാരലായിട്ടായിരിക്കും പോകുന്നത് അല്ലെ? X ആക്സിന് പാരലായിട്ടായിരിക്കും എന്ത് പോകുന്നത്? V/T പോകുന്നത്. നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം. ഞാനൊരു ഗ്രാഫ് വരച്ചു. ഓക്കെ അല്ലേ? ഇവിടെ T ആണ്, ഇവിടെ V/T ആണ്. V/T എപ്പോഴും Tക്ക് എന്തായിരിക്കും? പാരലായിട്ടായിരിക്കും പോകുന്നത്. കണ്ട, കാരണം V/T എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ പ്രോബ്ലം കൂടി ഉള്ളു. അപ്പം 2 ഗ്രാഫാണ്. ഒന്നാമത്തെ ഗ്രാഫ് എന്താണ്? V&T ഗ്രാഫ്. V കൂടുമ്പോൾ T കൂടുന്നു, അല്ലെങ്കിൽ T കൂടുമ്പോൾ V കൂടുന്നു. 2 T&V/T ഗ്രാഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, പഠിച്ചു വെച്ചോണം, ഇതിന്റെ പ്രോബ്ലമാണ്. ഓക്കെ, എന്താണ് പ്രോബ്ലം പറയുന്നത് നോക്കി. 27 ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തം 150 ലിറ്റർ ആണ്. 27 ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തം 150 ലിറ്റർ ആണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ വ്യാപ്തം എത്ര ആയിരിക്കും? 27 ഡിഗ്രി സെൽഷ്യസിൽ 150 ലിറ്റർ, 0 ഡിഗ്രിയിൽ എത്ര ആയിരിക്കും? നമുക്കിത് ചാൾസ് നിയമം ആയതുകൊണ്ട് ഇക്വേഷൻ എന്താ? V1/T1 = V2 എന്താ? T2. ഇവിടെ V1 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 150 ലിറ്റർ. V1 150 ലിറ്റർ ആണ്. ഓക്കെ അല്ലേ? T1 എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്ലസ് കെൽവിനിലേക്ക് മാറ്റണം.
ഓക്കെ 300 കെൽവിൻ എന്ന് കിട്ടും. 300 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ ആണോ? 300 കെൽവിൻ എന്ന് കിട്ടും. ക്ലിയർ? ഇനി അടുത്ത എന്താ? T2 കൊടുത്തിട്ടുണ്ട് 0 ഡിഗ്രി, അത് കെൽവിലേക്ക് മാറ്റണം. 273 കൊണ്ട് കൂട്ടണം. അപ്പൊ എന്താണ്? 273 എന്ന് കിട്ടും. 200 കെൽവിൻ. V2 നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. V2 എന്നവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ V1 എന്ന് പറയുന്നത് 150 ആണെന്ന് നമുക്കറിയാം അല്ലെ. T1 300 ആണെന്ന് നമുക്കറിയാം. V2 കണ്ടുപിടിക്കണം. T2 273 ആണെന്ന് നമുക്കറിയാം. ഇനി എന്ത് ചെയ്യണം മക്കളെ? ഇവിടെ ഇവനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. ഇവനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവനെയാണ് V2 എന്നവനെ നമുക്ക് കണ്ടെത്തണം. ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ 150 ഇൻറ്റു 273 എന്ന് വരും. 300 ഇൻറ്റു V2 എന്ന് വരും. ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് വിലയുള്ളത്, രണ്ട് വില എന്ന് പറയുന്നത് 150 273 രണ്ട് വിലയാ. 300 V2 ഒരു വിലയുള്ളു. അങ്ങനെ രണ്ട് വിലയുള്ളത് മുകളിൽ കൊടുക്കണം. അപ്പൊ എന്താണ്? 150 ശ്രദ്ധിച്ചോ, 150 ഇൻറ്റു 273 ഒരു വിലയുള്ള താഴെ കൊടുക്കുക 300. കണ്ടല്ലോ, വെട്ടിക്കളയാ. 150 ഇൻറ്റു 2 ആണ് 300. അറിയാലോ, 273/2 273ന്റെ പകുതി 136.5 എന്ന് കിട്ടും. അത്രയും എന്താണ്? അത്രയും ലിറ്റർ ആണ്. ക്ലിയർ? ഇതാണ് മക്കളെ പ്രോബ്ലം. സിമ്പിൾ ആണ്. V1/T1 = V2/T2. ഇനി രണ്ടാമത്തെ പ്രോബ്ലം ഇതും നമ്മുടെ SCRT കിടക്കുന്ന പ്രോബ്ലമാണ്. എന്താ ക്വസ്റ്റ്യൻ? 300 കെൽവിൻ. എന്താണ്? 300 കെൽവിൻ താപനിലയിൽ ഒരു നിശ്ചിത മാസ് ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം 60 ml ആണ്. ഏത് താപനിലയിലാണ് ഈ വാതകത്തിന്റെ വ്യാപ്തം 20 ml ആയി മാറുന്നത്? ഏത് താപനിലയിലാണ് ഈ വാതകത്തിന്റെ വ്യാപ്തം 20 ml ആയി മാറുന്നത്? അപ്പൊ നമുക്കറിയാം T1 എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എത്ര? 300 കെൽവിൻ ആണ്. ദൈവം സഹായിച്ച് നമുക്ക് ഇത് എന്തിലോട്ട് മാറ്റണ്ട? കെൽവിനിലേക്ക് മാറ്റണ്ട. ഓൾറെഡി അതിൻ്റെ അകത്ത് കെൽവിൻ കൊടുത്തിട്ടുണ്ടേ. അപ്പൊ 300 കെൽവിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? V1 എന്നുള്ളത് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 60 ml എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. V2 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എത്ര? 20 ml. രണ്ടും ഒരു യൂണിറ്റ് ആയതുകൊണ്ട് യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം V1 60 ml. ഓക്കെ അല്ലേ? V2 20 ml. നമുക്ക് എന്താ ഇക്വേഷൻ പറ? V1/T1 = V2/T2 ആണ് ഇക്വേഷൻ. ഇവിടെ V1 എത്ര? V1 60 ആണ്. T1 എത്ര? 300 കെൽവിൻ ആണ്. = V2 എത്ര? V2 20 ആണ് അല്ലേ? T2 ആണ് കണ്ടെത്തേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ട് തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഒരു മിനിറ്റ്. ക്രോസ് ചെയ്യണം. T2 ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് വിലയുള്ളത് മുകളിൽ അല്ലേ? അപ്പൊ ഇവിടുന്ന് T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ക്രോസ് ചെയ്യണം. കണ്ട 300 ഇൻറ്റു 20/60 എന്ന് വരും. കാരണം രണ്ട് വിലയുള്ള മുകളിൽ. അപ്പൊ എന്താണ്? 300 ഇൻറ്റു 20/60 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പൊ എങ്ങനെ വരും? ഈ 0 വെട്ടിക്കളയാം. 2 കൊണ്ട് 3 ഇൻറ്റു 2 6. 100 എന്ന് കിട്ടും. 100 കെൽവിൻ എന്ന് കിട്ടും. കാരണം T1 കെൽവിന 100 കെൽവിൻ എന്ന് കിട്ടും. ഇത്രയുള്ള കാര്യം. ക്ലിയർ ആണോ? കാര്യം മനസ്സിലായോ? അപ്പൊ എന്താണ് ചാൾസ് നിയമം എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ തരാം. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ 27 ഡിഗ്രി 27 ഡിഗ്രി സെൽഷ്യസിൽ
താപനില സ്ഥിതി ചെയ്യുന്നു. കാരണം ഒരു മർദ്ദം സ്ഥിരമാണ്. മർദ്ദം സ്ഥിരമാണെങ്കിൽ പഠിച്ചു വെച്ചോ. അത് ഏത് നിയമം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ പൊളിക്ക് പറയാം ചാൾസ് നിയമമാണ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ 27 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിന്റെ വ്യാപ്തം 600 ലിറ്റർ ആണ്. 600 ലിറ്റർ ആണ്. താപനില ഞാൻ 127 ഡിഗ്രി ആക്കി. താപനില 127 ഡിഗ്രി ആക്കിയാൽ വ്യാപ്തം എത്രയാകുമടേ കുഞ്ഞുങ്ങളെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പൊ ഇവിടെ മർദ്ദം സ്ഥിരമായതുകൊണ്ട് നമുക്ക് ഒരേ പൊളിക്ക് പറയാം അത് ബോയിൽ നിയമമാണ്. അത് ചാൾസ് നിയമമാണ്. അപ്പൊ എന്താ ഇക്വേഷൻ? V1/T1 പറ V2 എന്താണ് T2 ആണ് അല്ലെ. ഇവിടെ V1 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 600 ലിറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. T1 ആദ്യത്തെ താപനില T1 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കെൽവിനിലേക്ക് മാറ്റുക. നമ്മുടെ ആൻസർ 300 കെൽവിൻ എന്ന് വരും. കാരണം T1 27 പ്ലസ് 273 300 കെൽവിൻ. ഇനി നമുക്കറിയാം എന്താണ് T2 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 127 പ്ലസ് 273. നമ്മുടെ ആൻസർ 400 കെൽവിൻ എന്ന് വരും. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ V1 എന്ന് പറയുന്നത് എത്ര മക്കളെ? V1 600 ആണ് അല്ലെ. T1 300 ആണ്. V2 നമുക്ക് കണ്ടുപിടിക്കണം. അവിടെ T2 കൊടുത്തിട്ടുണ്ട് 400 ആണ്. എങ്ങനെ കണ്ടുപിടിക്കും? V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. V2 എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. V2 എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ 2 വിലയുള്ളത് മണ്ടയ്ക്ക് മുകളിൽ, 1 വിലയുള്ളത് താഴെ. അപ്പൊ എന്താ? 600 × 400/300 എന്ന് വരും. 600 ഇൻറ്റു എന്താണ്? 600 × 400 അല്ലെ. 600 × 400/300 എന്ന് വരും. സെറ്റ് അല്ലേ? ഇത് വെട്ട 300 × 2 ആണ് 600. അതറിയാത്ത ആരുമില്ലല്ലോ. 400 × 2 800 ലിറ്റർ എന്ന് കിട്ടും. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് വ്യാപ്തം എത്ര ആണെന്നല്ല ചോദിച്ചത്. വ്യാപ്തം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഒരേ പൊളിക്ക് എഴുതാം 800 ലിറ്റർ. പക്ഷെ നമ്മുടെ അടുത്ത് ചോദിച്ചത് വ്യാപ്തം എത്ര വർദ്ധിക്കും, വ്യാപ്തം എത്ര കൂടും അല്ലേ. ടിസ്റ്റ് അല്ലെ. വ്യാപ്തം എത്ര കൂടും, എത്ര വർദ്ധിക്കുമെന്നാണ് നമ്മുടെ അടുത്ത് അവന്മാർ ചോദിച്ചത്. ആദ്യത്തെ വ്യാപ്തം 600 ആണ്. ആദ്യത്തെ വ്യാപ്തം 600 ആണ് അല്ലെ. 600 ആണ്. അതെന്തായി? 800 ആയി. 600 800 ആയപ്പോൾ എത്ര വർദ്ധിച്ചു? നമുക്കറിയാം 600 800 ആയപ്പോൾ 800 - 600 200 ലിറ്റർ വർദ്ധിച്ചു. 600 ആയിരുന്നു ആദ്യത്തെ വ്യാപ്തം. അതെന്തായി? 800 ആയി. എത്ര വർദ്ധിച്ചതേ? 200 വർദ്ധിച്ചു. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 200 ആണെന്ന് ഒരേ പൊളിക്ക് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മക്കളെ ചാൾസ് നിയമം എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ അടുത്ത 2 നിയമമായിട്ട് കാണാം. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം, ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് തന്നെ, നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചാണ് കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാനുള്ള പ്രേരണ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഊർജ്ജം കിട്ടുന്നത്. അതുകൊണ്ട് മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? സെറ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.